നമുക്ക് SSC എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു വൊക്കാബുലറി പഠിക്കാം, ഒപ്പം വൊക്കാബുലറി എങ്ങനെ പഠിക്കാമെന്നും പഠിക്കാം. ദാ ഇവിടെ നോക്കിക്കേ, കോജന്റ് എന്ന് പറയുന്ന വാക്കിന്റെ സിനണിമാണ് ചോദിച്ചിരിക്കുന്നത്, ഒരേ അർത്ഥം വരുന്ന വാക്ക് അല്ലേ. സോ ഇത് ഓർത്തിരിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ COG എന്ന് പറയുന്ന വാക്ക് വരുന്ന ഏതെങ്കിലും ഒരു വാക്കിന് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? എനിക്ക് ഓർമ്മ വരുന്ന വാക്ക് റെക്കഗ്നൈസ് എന്നുള്ളതാണ്. റെക്കഗ്നൈസ്, മനസ്സിലായോ? റെക്കഗ്നൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ഐഡന്റിഫൈ, അല്ലെങ്കിൽ ടു നോ അഗെയിൻ, അല്ലെങ്കിൽ ടു തിങ്ക് എന്നൊക്കെ മനസ്സിലാക്കുക. സോ COG എന്ന റൂട്ട് വേർഡ് വന്നാൽ, COG എന്ന റൂട്ട് വേർഡ് വന്നാൽ നമ്മൾ അതിനെ എങ്ങനെ മനസ്സിലാക്കണം? ടു ലേൺ, ടു ഐഡന്റിഫൈ, ടു തിങ്ക്, ഈ 3 കാറ്റഗറിയിലായിരിക്കും ഇതിൻ്റെ അർത്ഥം വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ റെക്കഗ്നൈസ് എന്ന് പറഞ്ഞാൽ ടു ഐഡന്റിഫൈ, അതായത് ടു നോ അഗെയിൻ അല്ലേ. ഇനി ബാക്കിയുള്ള വാക്കുകൾ നോക്കിക്കേ, ഇതേപോലെ നമുക്ക് വേറെ 1-2 വാക്കുകൾ നോക്കാം. ഇൻകോഗ്നിറ്റോ, ഇൻകോഗ്നിറ്റോ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള വാക്കാണ്. ദാ COG ഉണ്ട്, ഇന്നും ഉണ്ട്. എപ്പോഴും ഈ ഇന്നും ഇമ്മും ഒക്കെ വരുമ്പോൾ ഓപ്പോസിറ്റ് ആണ് വരിക. സോ നോട്ട് റെക്കഗ്നൈസബിൾ അല്ലെങ്കിൽ ഹിഡൻ എന്നാണ് ഇൻകോഗ്നിറ്റോ എന്ന വാക്കിൻ്റെ അർത്ഥം വരുന്നത്. ഇനി മറ്റൊരു വാക്ക് നോക്കിക്കേ, കോഗ്നിഷൻ. കോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ TION വന്നാൽ അതൊരു പ്രോസസ് അല്ലേ. സോ ദ പ്രോസസ് ഓഫ് നോയിങ് അല്ലെങ്കിൽ ദ പ്രോസസ് ഓഫ് തിങ്കിങ്, അതാണ് എന്ത്? കോഗ്നിഷൻ എന്ന് പറയുന്നത്. ഇനി കോഗ്നിറ്റീവ് കേട്ടിട്ടില്ലേ? കോഗ്നിറ്റീവ്, കോഗ്നിറ്റീവ്, ഈ TIVE വന്നാൽ റിലേറ്റഡ് ടു എന്നാണ് അതിൻ്റെ അർത്ഥം, റിലേറ്റഡ് ടു. സോ കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു തിങ്കിങ്, റിലേറ്റഡ് ടു നോയിങ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം വരിക. മനസ്സിലായോ? സോ റൂട്ട് വേർഡ് ടെക്നിക്ക് വെച്ച് വൊക്കാബുലറി പഠിക്കുക. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. കോജന്റ് എന്ന് പറഞ്ഞാൽ അപ്പം എന്താണ് അതിൻ്റെ അർത്ഥം? റേഷണൽ ആണോ, ഇൻസെയിൻ ആണോ, ടെറണിക്കൽ ആണോ, കോവേർഡ് ആണോ? കോവേർഡ് എന്ന് പറഞ്ഞാൽ ഭീരു, അത് നമുക്കറിയാം, അതും ഇതുമായിട്ട് ബന്ധമില്ല. ഇൻസെയിൻ എന്ന് പറഞ്ഞാൽ മെന്റലി അൺസ്റ്റേബിൾ, അതും നിങ്ങളിൽ പലർക്കും അറിയാം, കാരണം സെയിൻ ഇൻസെയിൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി വരുന്ന ടെറണിക്കൽ എന്ന് പറയുന്ന വേർഡാണ്. ടെറണിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂവൽ ആയിട്ടുള്ള രീതിയിൽ അതിൻ്റെ അതോറിറ്റി കാണിക്കുക എന്നുള്ളതാണ്. സോ അതുമല്ല വരിക. റേഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? റേഷണൽ എന്ന് പറഞ്ഞാൽ ലോജിക്കലി തിങ്ക് ചെയ്യുക, ലോജിക്കലി അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. മനസ്സിലായോ? സോ ഇതുമായിട്ട് വരുന്ന ബന്ധമുള്ള ഒരു വാക്ക് എന്ന് പറയുന്നത് റേഷണൽ ആണ്. സോ ഓപ്ഷൻ 1 ആണ് ആൻസർ. അപ്പൊ ഇനി എവിടെ COG കണ്ടാലും നമ്മൾ എന്തോർക്കണം? ടു നോ, ടു തിങ്ക്, ടു ഐഡന്റിഫൈ. മറക്കുവോ? COG ഈസ് എ റൂട്ട് വേർഡ് മീനിങ് ടു നോ, ടു തിങ്ക് ആൻഡ് ടു ഐഡന്റിഫൈ. ഇതുപോലുള്ള വൊക്കാബുലറി ടിപ്സിന് സ്റ്റേ ട്യൂൺഡ്.